ആലപ്പുഴയിൽ രക്ഷിതാക്കൾ ഉപേക്ഷിച്ച കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച കുഞ്ഞിനെ വളർത്താനാവില്ലെന്ന് മാതാപിതാക്കൾ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. 7 ദിവസം മുൻപ് ജനിച്ച കുഞ്ഞിന് മയൂരി എന്ന് പേരിട്ടു. മനീഷ് മഹിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മനീഷ്, ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഇതാ 4 മാസത്തിനിടെ 5 കുഞ്ഞുങ്ങളെയാണ് രക്ഷിതാക്കൾ ഉപേക്ഷിച്ച രീതിയിൽ പിന്നീട് ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തത്. അങ്ങനെ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് തന്നെ അങ്ങനെയുള്ള അറിയിപ്പ് വരുന്നതിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തി ശിശുക്ഷേമ സമിതി കുഞ്ഞിനെ ഏറ്റെടുക്കുക. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം വണ്ടാനം മെഡിക്കൽ കോളേജിലാണ്. അവിടെ ആശുപത്രിയിൽ പ്രസവിച്ച കുഞ്ഞിനെ വളർത്താനാവില്ലെന്ന് മാതാപിതാക്കൾ ആശുപത്രിയിൽ അറിയിച്ചു. തുടർന്നാണ് സറണ്ടർ നിയമപ്രകാരമാണ് കുഞ്ഞിനെ ഏറ്റെടുത്തത്. 7 ദിവസം മുൻപ് ജനിച്ച കുഞ്ഞിന് മയൂരി എന്നാണ് പേരിട്ടത്. തീരുമാനത്തിൽ മാറ്റമുണ്ട്. അതായത് ഈ മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ വിട്ടു നൽകുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാൻ 60 ദിവസം കാത്തിരിക്കും. അതിനുശേഷം മാത്രമല്ല, 60 ദിവസത്തേക്ക് ഈ കുഞ്ഞ് നിലവിൽ ശിശുക്ഷേമ സമിതിയുടെ അധീനതയിൽ തന്നെ ആയിരിക്കും. അതിനുശേഷമായിരിക്കും നിയമപ്രകാരം ദത്ത് നൽകാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ശിശുക്ഷേമ സമിതി ആരംഭിക്കുക. ശരി, മനീഷ് മൈപ്പാലാണ് വിശദാംശങ്ങൾ നൽകിയത്.